മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം. നല്ലൊരു സ്റ്റേ. അതും ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ നല്ലൊരു ഫാം സ്റ്റേനെ പറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം തിരയുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള ഹെയ്ഡേഴ്സ് ഫാം സ്റ്റേ. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത പരമ്പരാഗതമായ തറവാട് വൈബും കണ്ടെയ്നർ വീടുകളിൽ മോഡേൺ വൈബും ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് തരുന്നത്. ഇതാണ് വിൽവാൻ കണ്ടെയ്നർ. പൂളിനോട് അടുത്താണ് ഈ ഒരു കണ്ടെയ്നർ നിൽക്കുന്നത്. 2 ഡിലക്സ് AC ബെഡ്റൂം, 5 പേർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റൂമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് കേട്ടോ. ഇതാണ് തറവാട്. നമ്മളൊക്കെ എപ്പോഴും പറയില്ലേ ഇങ്ങനത്തെ വീടുകൾ ഇപ്പൊ ഇല്ലാന്ന്. പണ്ടത്തെ ആ ഒരു ലൈഫ് നമുക്ക് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാനും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ 2 ഡിലക്സ് AC ബെഡ്റൂമും പിന്നെ ഒരു ഹാള്, സിറ്റ് ഔട്ട്, 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്ത് ഒരു ജിം സെക്ഷനും ഉണ്ട് കേട്ടോ. പുറത്തെത്തിയാൽ ചെറിയൊരു മുറ്റം, അതുപോലെ തന്നെ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. സ്വിമ്മിംഗ് പൂൾ വഴി നമ്മളെ ഫ്രണ്ടിലോട്ടാണ് ഈ ഒരു വഴി ചെന്നെത്തുന്നത് കേട്ടോ. പുതിയ കപ്പിൾസിനോ അല്ലെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കുന്ന ആളുകൾക്ക് സിംഗിൾ ബെഡ്റൂമോട് കൂടിയ പള്ളിയറ എന്നൊരു തറവാടിൻ്റെ ഉള്ളിലൊരു സെക്ഷൻ അവൈലബിൾ ആണ്. 3 days ഒക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇവർ അറേഞ്ച് ചെയ്തത്. ഇതാണ് തട്ടിൻപുറം. ഒരു ഡിലക്സ് AC ബെഡ്റൂം ഹാളും പിന്നെ 5 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ ഹൗസ് ആണ് കേട്ടോ. തറവാടിൻ്റെ മുകളിലാണ് ഈ ഒരു പത്തായപ്പെട്ടി ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഇൻഡോർ ഗെയിംസ് ഒക്കെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് തെക്കിനെ ഒന്ന് പരിചയപ്പെടാം. ഫുഡിൻ്റെ സെക്ഷനും അതുപോലെ മീറ്റിംഗ് ഹാള് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓഫീസ് സ്പേസ് ആയിട്ടോ ചെറിയൊരു മിനി സ്റ്റേജൊക്കെ ആയിട്ട് നമുക്കിവിടെ സെറ്റ് ആക്കാം. പിന്നെ അവരുടെ എടുത്തു പറയേണ്ടത് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിൾസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും മൈൻഡ് റിലാക്സ് ആക്കുന്ന രീതിയിലാണ് ഇവർ അറ്റ്മോസ്ഫിയർ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മളിവിടെ ലേഡീസ് ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു ഇപ്രാവശ്യത്തെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓപ്പൺ ജിമ്മും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസും അതുപോലെ ഊഞ്ഞാലായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ വർഷത്തെ ഫസ്റ്റ് മാങ്ങ കഴിച്ചതും ഇവിടുന്നാണ്. മരം കയറികളൊക്കെ ഉള്ളതുകൊണ്ട് മാങ്ങ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. മാങ്ങ എടുത്തപ്പോഴത്തേനും ഉപ്പും മുളകായിട്ട് അവർ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ട്രാവലറിൽ ഞങ്ങൾ പാലക്കാടിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്ത സ്ഥലം കൊല്ലങ്കോടും താമരപ്പാടാണ് കേട്ടോ. പോകുന്ന വഴി നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊല്ലങ്കോട് ആണെങ്കിലും താമരപ്പാടാണെങ്കിലും നല്ല പ്രകൃതി ഭംഗി. കേരളം എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതാ ഇവിടെ പാലക്കാട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇത് പാടും നെല്ലൊന്നും ഇല്ല കേട്ടോ. തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂള്, ക്യാമ്പ് ഫയർ, ഫുഡൊക്കെ ആയിട്ട് അടിച്ചുകൂടി. പിന്നീട് തണുത്ത് വിറച്ചൊരു രാത്രിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ.